ഹോളി ആഘോഷങ്ങളിൽ ഉത്തരേന്ത്യ നിറങ്ങൾ വിതറിയും മധുരം വിതരണം ചെയ്തും ആഘോഷം തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും ആശംസകൾ നേർന്നു. ഇന്നലെ നടന്ന ഛോട്ടി ഹോളി ആഘോഷങ്ങളിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. ഉജ്ജയിനിൽ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷത്തിനിടെയുണ്ടായ തീപിടുത്തത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. നോബൽ മാരിക്കാരും വിശദാംശങ്ങളുമായി. നോബൽ, ഉത്തരേന്ത്യ ആകെ തന്നെയും ഹോളി നിറങ്ങളിൽ മുങ്ങിക്കിടക്കുകയാവും. എങ്ങനെയാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത് തലസ്ഥാനത്ത്? നികേഷ്, ഉത്തരേന്ത്യ ഹോളി ആഘോഷ നിറവിലാണ് ഉള്ളത്. നമ്മൾ ഉള്ളത് ചാന്ദിനി ചൗക്കിലെ ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ പ്രധാന ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, നിരവധി ആളുകൾ ഉണ്ട്. അവരുടെ ദേഹത്തൊക്കെ പരസ്പരം അവർ വിവിധ വർണ്ണങ്ങളായ ചായങ്ങൾ വാരിപ്പൂശിയും അത്തരത്തിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമൊക്കെ അവരുടെ ഹോളി ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ സന്തോഷത്തിലാണ് ആളുകൾ ഉള്ളത്. നമുക്കൊരു ദൃശ്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ, അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും അവരുടെ കൃത്യമായ ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് അവർ. बढ़िया, बहुत बढ़िया है। स्पेशलिटी क्या है इस बार स्पेशलिटी भांग की है। ഓക്കെ, പക്കോട കഴിച്ചും ബാങ്ക് കുടിച്ചും ഒക്കെ അവർ ഇത്തരത്തിൽ ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും, ആളുകൾക്ക് പരമാവധി അവരുടെ ദേഹത്ത് ഇത്തരത്തിൽ ചായങ്ങൾ വാരി വിതറുകയാണ്. സ്നേഹത്തിൻ്റെ ചായങ്ങളാണ് ഇത്തരത്തിൽ വാരി എറിയുന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഹോളി ഉത്തരേന്ത്യയെ സംബന്ധിച്ച് എക്കാലത്തെയും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ്. ഇത്തവണയും അതിൻ്റെ ആഘോഷത്തിന് ഒരു മാറ്റുകുറവും ഇല്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഇത്തരത്തിൽ വിവിധങ്ങളായ ആരാധനാലയങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സൊസൈറ്റികൾ, ഒപ്പം വിവിധ ഗ്രൂപ്പുകളൊക്കെ വലിയ ആഘോഷത്തിലാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇപ്പോഴും വന്നു പോവുകയാണ്. പുലർച്ചെ മുതൽ തന്നെ എത്തിത്തുടങ്ങുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇത്തരത്തിൽ അവർ ഹോളി ആഘോഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബങ്ങളായി എത്തുന്നവരുണ്ട്, കൂട്ടുകാർക്കൊപ്പം എത്തിയവരുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായി എത്തി. जय भोले की बहुत बढ़िया आनंददायक हैप्पी होली ऑल अबाउट सबको. ഇത്തരത്തിൽ ആളുകളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഹോളി ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നാണ്. ഉജ്ജയിനിൽ ഇന്ന് പുലർച്ചെ ഈ ഹോളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ നടക്കുന്നതിനിടയിൽ ശ്രീകോവിലിൽ, അതായത് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ തീ പടർന്നുകൊണ്ട് 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പൂജാരി അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉജ്ജയിനിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ആടെ നില വലിയ ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകളില്ല. ഏതാണെങ്കിലും ഉത്തരേന്ത്യ വലിയ ഹോളി ആഘോഷത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകൾ പാട്ടുപാടിയും അതോടൊപ്പം തന്നെ മറ്റും സന്തോഷങ്ങൾ പങ്കുവച്ചും വർണ്ണങ്ങൾ വാരി വിതറിയും വെള്ളങ്ങളൊക്കെ എറിഞ്ഞുകൊണ്ട് അവരുടെ ഹോളി ആഘോഷവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു